തിരുവനന്തപുരം വർക്കലയിൽ പ്രിന്റിംഗ് പ്രസ്സിനിടയിൽപ്പെട്ട് ജീവനക്കാരിക്ക് ദാരുണാന്ത്യം. ചെറുകുന്നം സ്വദേശിയായ മീനയാണ് മരിച്ചത്. പ്രസ്സിൽ ഉപയോഗിക്കുന്ന മെഷീനിൽ സാരി കുരുങ്ങിയാണ് അപകടമുണ്ടായത്. മേഘന മുരളി വിശദാംശങ്ങളുമായി. മേഘന, വളരെ ദാരുണമായൊരു സംഭവമാണ്. വിശദാംശങ്ങൾ എന്താണ്? അനുജ, തീർച്ചയായും അല്പസമയം മുന്നെയാണ് വർക്കലയിൽ പ്രവർത്തിക്കുന്ന പൂർണ്ണ പ്രിന്റിംഗ് പ്രസ്സിൽ ഈ അപകടം ഉണ്ടാകുന്നത്. പ്രിന്റിംഗ് പ്രസ്സിലെ മെഷീനിൽ ഈ യുവതിയുടെ സാരി കുടുങ്ങുകയായിരുന്നു. ഇപ്പോൾ മരിച്ചിരിക്കുന്നത് ചെറുകുന്നം സ്വദേശിയായിട്ടുള്ള മീനയാണ്. 51 വയസ്സാണ് പ്രായം. 20 വർഷമായി ഈ പ്രിന്റിംഗ് പ്രസ്സിൽ ജോലി ചെയ്യുന്ന ആളാണ്. അബദ്ധത്തിൽ സാരി കുടുങ്ങി എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമയടക്കം ഇപ്പോൾ പറയുന്നത്. ഇന്ന് രാവിലെ തന്നെ ജോലിക്ക് എത്തിയിരുന്നു. അതിനുശേഷം അലമാരയിൽ നിന്ന് ഒരു സാധനം എടുക്കുന്നതിനിടയിൽ സാരിയുടെ ഒരു ഭാഗം മെഷീനിലേക്ക് കുടുങ്ങുകയായിരുന്നു. പിന്നീട് ശരീരഭാഗം, അത് കൈ അടക്കമുള്ള ശരീരഭാഗം പൂർണ്ണമായും ഈ മെഷീനിൽ അകപ്പെട്ട സ്ഥിതിയിലായിരുന്നു. പിന്നീട് മറ്റ് ജീവനക്കാർ വന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ അത് പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് ഗുരുതരാവസ്ഥയിലായ യുവതിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദാരുണാന്ത്യമാണ് ഉണ്ടായിരിക്കുന്നത്. ആ സമയത്ത് തന്നെ ഈ അപകടം പറ്റിയ സമയത്ത് തന്നെ ശരീരത്തിന്റെ പകുതി ഭാഗവും ഈ മെഷീനിലേക്ക് കയറിപ്പോയി എന്നുള്ളതാണ് പ്രദേശവാസികളും അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരും പറയുന്നത്. ഒരു അബദ്ധത്തിൽ പറ്റിയത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാരി ഉപയോഗിച്ച് ഇന്ന് എപ്പോഴും സാരി ഉപയോഗിക്കാറില്ല, പക്ഷേ ഇന്ന് സാരി ഉപയോഗിച്ചാണ് ജീവനക്കാരി എത്തിയത്. അങ്ങനെ സാരി ഈ മെഷീനിലേക്ക് കുടുങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ആശുപത്രിയിൽ എത്തിച്ചിരുന്നു, പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ചെറുകുന്നം സ്വദേശിയാണ് ഈ മരണപ്പെട്ട മീന എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. വർക്കലയിലാണ് പ്രിന്റിംഗ് പ്രസ്സിൽ ദാരുണമായ സംഭവം ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.